കൊല്ലം നഗരത്തിൽ പരിസ്ഥിതി സൗഹാർദ്ദ വികസനത്തിന് മുൻതൂക്കം നൽകുമെന്ന് കോർപ്പറേഷൻ മേയറായി ചുമതലയേറ്റ വി രാജേന്ദ്രബാബു. ജൈവ പച്ചക്കറി ഉൽപ്പാദനത്തിൽ നഗരത്തെ സ്വയം പര്യാപ്തതയിലെത്തിക്കാനും നഗരത്തിലെ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും മുൻതൂക്കം നൽകും. ചേരിരഹിത നഗരത്തിന് പുതിയ പദ്ധതി കൊണ്ടുവരുമെന്നും രാജേന്ദ്രബാബു പറഞ്ഞു. 55 അംഗങ്ങളുള്ളതിൽ 36 പേരുടെ പിന്തുണയോടെയാണ് വി രാജേന്ദ്രബാബു കൊല്ലം മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇടതുമുന്നണിയോട് ജനങ്ങൾക്കുള്ള വിശ്വാസം കാത്തുസൂക്ഷിച്ച് പരിസ്ഥിതിക്ക് കൂട്ടം തട്ടാതെയുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് രാജേന്ദ്രബാബു പറഞ്ഞു. ജൈവ പച്ചക്കറി ഉൽപ്പാദനത്തിൽ നഗരത്തെ സ്വയം പര്യാപ്തതയിലെത്തിക്കുക, ഓരോ വീട്ടിലും ബയോഗ്യാസ് പ്ലാന്റ് എന്ന പദ്ധതി നടപ്പാക്കി മാലിന്യ പ്രശ്നം പരിഹരിക്കുക, നഗരത്തിലെ ട്രാഫിക് സുഗമമാക്കുക എന്നിവയാണ് അടിയന്തരമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. പശുവിനെ വളർത്താൻ കഴിയുന്നത് ഈ പട്ടണത്തിൽ വളരെ പരിമിതമാണെങ്കിൽ പോലും ഈ കൂട്ടിച്ചേർക്കപ്പെട്ട പഞ്ചായത്തുകളിൽ പലയിടത്തും പശുവിനെ വളർത്താൻ കഴിയുന്നുണ്ട്. നല്ല ഫാമുകൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു ദിശാബോധത്തോടുകൂടി തന്നെ ഈ പാലിൻ്റെ കാര്യത്തിലും സെൽഫ് സഫിഷ്യൻ്റാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അത് സാധ്യതപ്രായമാക്കുന്നതിന് വേണ്ടിയുള്ളൊരു പരിശ്രമം ഞങ്ങൾ നടത്തും. പിന്നെ നമ്മളെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകളുടെ കാര്യമാണ്. സ്കൂളുകൾ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തിയെടുക്കുക, സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തിയെടുക്കുക. ചേരിരഹിത നഗരമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും. തൃക്കടവൂരിൽ ക്രിക്കറ്റ് സ്റ്റേഡിയവും നഗരത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ പരിശീലന കേന്ദ്രവും സ്ഥാപിക്കും. അവിടേക്ക് ആവാസയോഗ്യമായ വീടുകൾ നിർമ്മിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന വൈദ്യുതി അതുപോലെ തന്നെ ശുദ്ധജലം ഒക്കെ കിട്ടത്തക്ക രീതിയിൽ ആ ചേരികളിൽ ഇത് ഓരോന്നോരോന്നായി ഞങ്ങൾ പരിഷ്കരിക്കുക എന്നുള്ള ഉദ്ദേശവും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ചേരി രഹിത പട്ടണമായി, ചേരി എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള പ്രദേശമായി മാറ്റുന്നത് എന്നുള്ള ഉദ്ദേശം. ഉളിയക്കോവിൽ ഡിവിഷനിൽ നിന്ന് വിജയിച്ച രാജേന്ദ്രബാബു മുൻപ് 8 മാസക്കാലം കൊല്ലം മേയറായി പ്രവർത്തിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊല്ലം.